കാക്കനാട് ഇന്നലെ അറസ്റ്റിലായ പശ്ചിമബംഗാൾ സ്വദേശികൾ കഞ്ചാവ് വാങ്ങാനായി ഓരോ തവണയും പോകുന്നത് വിമാനത്തിൽ, തിരികെ എത്തുന്നത് ട്രെയിനിലാണെന്നും അന്വേഷണ സംഘം. ഇങ്ങനെ എത്തിച്ച 30 കിലോ കഞ്ചാവിൽ വിൽപ്പനയ്ക്ക് ശേഷമുള്ള 11 കിലോയാണ് ഇന്നലെ പിടികൂടിയത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, എന്താണ് ഈ സംഘത്തെപ്പറ്റി അറിയാൻ കഴിയുന്നത്? വേണു, എക്സൈസ് നൽകുന്ന വിവരപ്രകാരം കേരളത്തിൽ പ്രത്യേകിച്ച് കാക്കനാട് മേഖലയിൽ കോളേജുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച വലിയ രീതിയിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന സംഘമാണ് ഇന്നലെ പിടിയിലായത്. അതിൽ 2 പേരാണ് പിടിയിലായത്. ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 പശ്ചിമബംഗാൾ സ്വദേശികളും ഓരോ തവണയും നാട്ടിലേക്ക് കഞ്ചാവ് വാങ്ങാൻ പോകുന്നത് വിമാനത്തിലാണ് എന്നുള്ളതാണ്. അവിടെ എത്തി കഞ്ചാവ് വാങ്ങിയ ശേഷം ട്രെയിനിലാക്കിയത് കൊണ്ടുവരും. 15 കിലോ വീതം 2 ബാഗുകളിലാക്കിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന കഞ്ചാവിലാണ് 11 കിലോ ഇന്നലെ പിടികൂടിയത്. മറ്റ് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഇവർക്കുള്ളതായി പറയുന്നുണ്ട്. കോളേജുകൾക്കടുത്താണ് ഇവർ പ്രധാനമായും വാടക വീടുകളെടുത്ത് ഈ ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുന്നത്. അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടില്ല എന്നുള്ളതായിരുന്നു ഇത്രയും നാളും ഇവരുടെ അനുഭവം. പക്ഷേ ഇന്നലെ എക്സൈസിന്റെ പ്രത്യേക സംഘം ഇവരെ പിടികൂടുകയായിരുന്നു. ഇന്ന് പുലർച്ചെയും പല സ്ഥലങ്ങളിലും പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അറസ്റ്റുകൾക്കും പരിശോധനകൾക്കും വേണ്ടി തന്നെയാണ് എക്സൈസ് മുന്നോട്ട് പോകുന്നത്. വേണു, എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.